ഇനി ഒരു ഫൺ മൊമെന്റ് പറഞ്ഞുതരാം. അത് മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സിനിമ കേട്ടാ, ജയറാമിന്റെ. അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് സച്ചി സേതു ഇല്ല, അതിൽ സേതു ചേട്ടന്റെ വീട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു റൈറ്ററാണ്, ഇപ്പൊ അദ്ദേഹം ഡയറക്ടറാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളോട് ചാൻസ് ചോദിക്കുമല്ലോ. ആ ചേട്ടന്റെ നല്ല മനസ്സിന് എന്നോട് പറഞ്ഞു, എടാ വാടാ നമുക്ക് മേക്കപ്പ് മാൻ്റെ ഒരു സീനുണ്ട്, നീ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സേതു ചേട്ടന്റെ കാറിൽ അടപ്പിട്ട് ഇറങ്ങുക. ഈ സംഭവങ്ങളൊന്നും സേതു ചേട്ടൻ അറിയില്ല കേട്ടാ. സേതു ചേട്ടൻ എനിക്ക് നല്ലൊരു അവസരം മേടിച്ചു തന്നു എന്നുള്ളതല്ലാതെ വേറെ പാവം ഒന്നും അറിയിട്ടില്ല ഇതുവരെ ഉള്ളത്. ഞാൻ അവിടെ ബാക്കിയൊക്കെ എന്റെ കയ്യിലിരിപ്പുണ്ടായതാ. അങ്ങനെ ഞങ്ങള് കാറിൽ ഷെനൈസ് തിയേറ്ററിൽ പോയി ഇറങ്ങുക. ക്ലൈമാക്സ് സീനാണ്, ജയറാമേട്ടൻ എല്ലാവരും കൂടി സിനിമ കാണാൻ പറ്റുന്ന ആ സീനാണ്. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞാ ചെറിയൊരു സീനാണ്, നീ വായോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കുഴപ്പമില്ല ഏട്ടാ. അങ്ങനെ ചേട്ടന്റെ കൂടെ കാറിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പിള്ളേർ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ നടന്മാര് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്ററുടെ കൂടെ ഇതുവരെ കാണാത്തൊരു പയ്യൻ ഇറങ്ങിയാണ്. ഞാനാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ കിട്ടിയ അവസരമല്ലേ, ഞാൻ എല്ലാവരെയൊക്കെ നോക്കിയിട്ട് നടന്മാര് കയറിപ്പോണ പോലെ അങ്ങ് കയറിപ്പോയി. എന്നിട്ട് എന്നോട് ചേച്ചേട്ടൻ പറഞ്ഞാ നീ കസാരയിലിരുന്നോ, നീ ഇവിടുന്ന് മാറരുത്, ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ട് വന്നാന്ന്. ഞാൻ പറഞ്ഞാൽ ഓക്കെ ഏട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കസാരയിലിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കസാരയിൽ, കുറെ ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്, ഏതാണ് ഇവന്നൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ സുരാജേട്ടൻ വന്നു. സുരാജേട്ടൻ വന്ന കസാരയിലിരുന്നു. വന്ന പാടെ എനിക്ക് ഷെയ്ക്കാൻ തന്നു. പുള്ളി എല്ലാവരും നല്ലൊരു വിഷയം ചെയ്യുന്ന പോലെ. അപ്പൊ ഞാൻ പുള്ളിക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നു. അങ്ങനെ ഓരോ നടന്മാരും ഒന്നും. ജയറാമേട്ടൻ വന്ന് എന്റെ അടുത്തിരുന്നു. ഞാൻ നോക്കിയപ്പോ നടന്മാരും നടിമാരും ഇരിക്കുന്ന ഇവിടെ ഞാൻ എന്നെ ഇരുത്തിയേക്കുന്നേ. ചുറ്റും നടന്മാരും നടിമാരുടെ കൂടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക, അഹങ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ പിള്ളേര് എല്ലാരും വന്ന് ഇങ്ങനെ നോക്കണ്ട്. അപ്പൊ എന്നെ നോക്കണ്ട്, കൂട്ടത്തിലൊരു ചെറിയ ചെക്കൻ, ഇവനും ഇതിലെ നടനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാനും ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുക. അങ്ങനെ കുറച്ച് പിള്ളേര് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചു, എന്ത് വരുമെന്ന് ചോദിച്ചു. എന്താ ജയറാമേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് വന്ന്, ചേട്ടാ പിള്ളേരെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ വീണ്ടും ആറ്റിറ്റ്യൂഡ് അവിടെ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ശല്യം ചെയ്യരുത്, 2-3 ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോയിക്കണം, പുള്ളിയെ ബുദ്ധിമുട്ടിക്കരുതാണ്. ഇല്ല ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇവര് ഫോട്ടോ എടുത്ത്. ജയറാമേട്ടൻ ആരും വന്നാലും ഫോട്ടോ എടുക്കും തയ്യാറവിടെ. ഇവര് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ മാറിയാന്ന് നേരത്ത് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് നേരെ എന്റെ അടുത്തേക്ക് വന്നിട്ട് അറിയുള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റി, താങ്ക്സ് ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ കുഴപ്പമില്ല. ഇയാള് ഇതിലെന്തേ, ഞാനും ഇതിലൊരു നടനാണ്. അപ്പൊ തന്നെ ഇവര് എന്റെ കൂടെ നിന്നിട്ട് അങ്ങ് ഫോട്ടോ എടുത്തു. ഈ പിള്ളേര് ഇത്രയും പേര് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കണ്ടിട്ട് പിന്നെ അവിടെ ബാക്കിയുള്ളത് ഞാനാ. അപ്പൊ ഈ ഫോട്ടോ എടുത്തവരൊക്കെ അവനും ഇതിൽ നടനാന്ന് പറയണേ. ഈ പടം ഇറങ്ങുമ്പോ എന്താവെന്ന് അറിയില്ലല്ലോ, എല്ലാരും വന്ന് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് തുടങ്ങി. അങ്ങനെ എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് പടം തുടങ്ങി, ഈ ഷൂട്ട് തുടങ്ങി. ഞാൻ പുറത്തിരിക്കുക, എനിക്ക് മേക്കപ്പ് മാൻ കേട്ടോ പടത്തിന്റെ പേര്. എനിക്ക് മേക്കപ്പ് ഇട്ടിട്ടിരിക്കുക പുറത്ത്. പടം തുടങ്ങി, രാവിലെ ഷൂട്ട് തുടങ്ങി, ഉച്ചയായി, വൈകിട്ട് 3 മണിയായി. 3 മണിക്ക് അങ്ങോട്ട് ഫസ്റ്റ് ഷോ മാറ്റിനി ഉണ്ട്. മാറ്റിനിക്ക് മുമ്പ് തിയേറ്റർ ഒഴിഞ്ഞു കൊടുക്കണം. എന്തോ ലാഗ് വന്നു, എനിക്ക് വെച്ച സീനൊക്കെ കട്ടായി പോയി. ഞാനവിടെ പുറത്ത് മേക്കപ്പ് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ പടം ഷൂട്ടൊക്കെ കഴിഞ്ഞു, പാക്കപ്പ് വിളിച്ചു. നീ പാക്കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ സീൻ എടുക്കാൻ നിൽക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാം. സേതു ചേട്ടൻ എന്നെ വിളിച്ചേക്കണ്, എടാ അതെ മറ്റേ സീൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ല, അത് കുറെ ലാഗ് വന്നടാ, കുറച്ച് സീനൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു, നമുക്ക് അടുത്തേ പിടിക്കാടാ എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല ഏട്ടാ. എനിക്ക് എന്തൊരു കഷ്ടം, അറ്റ്ലീസ്റ്റ് മേക്കപ്പ് എങ്കിലും ഇട്ടിരുന്നില്ലേ. ഞാൻ സേതു ചേട്ടൻ്റെ അടുത്ത കോള്, എടാ അതെ പോയിക്കോളൂല്ലേ, ഞാൻ വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അപ്പം തിരിച്ചു പോകാൻ കാറൂലേട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പുറത്തേക്ക് ചാൻസ് ഇല്ലാതെ കാറുമില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നടക്കുമ്പോ ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കിയപ്പോ രാവിലെ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത പിള്ളേര് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. അവര് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് അവർക്ക് പൈസയും കിട്ടി, അവരവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് പോകും? ഞാൻ അവിടെ ചെന്നിട്ട് നിൽക്കേട്ടാ. അവന്മാരവിടെ നിന്നിട്ട് നല്ല തള്ളാല്ലേ. ഞാൻ നോക്കിയപ്പോ ഏതൊരു ബസ് വന്നു, ചാടി കയറിയില്ല. ഇതെങ്ങോട്ടേട്ടാ ആലോചിക്കാട്ട് ഇടപ്പള്ളിയിൽ ഇറങ്ങിത്താ. അങ്ങനെ രക്ഷപ്പെട്ടു തോന്നുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നല്ല രസമുണ്ട്. അന്ന് ഞാൻ ചമ്മരണ്ടല്ലോ. ഇതേപോലെ കുറെ കിട്ടിയിട്ടുണ്ട്, കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇത് പറഞ്ഞ എല്ലാവർക്കും ബോറടിക്കും.